ഇന്ത്യൻ വംശജയും അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയുമായ സുനിത വില്യംസും സഹയാത്രികനായ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയെന്ന വാർത്ത ദിവസങ്ങളായി തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. വർഷങ്ങളായി തന്നെ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ചുമതല വഹിക്കുന്നത് പ്രധാനമായും അമേരിക്കയുടെ തന്നെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസയായിരുന്നു. അവരുടെ തന്നെ ജെമിനി, അപ്പോളോ, സ്പേസ് ഷട്ടിൽ എന്നീ പ്രോഗ്രാമുകളുടെ ഭാഗമായാണ് നിരവധി ആളുകൾ ചന്ദ്രനിലും ISSലും എത്തിയിരുന്നത്. ഇങ്ങനെ ബഹിരാകാശത്ത് എത്തിയ എല്ലാവരും തന്നെ കുറച്ചു കാലം അവിടെ ഗവേഷണ പരീക്ഷണങ്ങളെല്ലാം നടത്തിയതിനു ശേഷം തിരിച്ച് ഭൂമിയിലേക്ക് സുരക്ഷിതമായി എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ 1986 ചാലഞ്ചർ ഡിസാസ്റ്ററും 2003 കൊളംബിയ ഡിസാസ്റ്ററിന് ശേഷം ബഹിരാകാശത്തേക്ക് മനുഷ്യരെ അയക്കുന്ന സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അപകടകരമാണെന്നുള്ള കൊളംബിയ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം നാസ തങ്ങളുടെ എല്ലാ ക്രൂഡ് മിഷൻസും 2011 നിർത്തിവെക്കുകയും ചെയ്തു. പകരമായി മറ്റുള്ള രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളുടെ സഹായത്തോടെ ബഹിരാകാശത്തേക്ക് ആളുകളെ അയക്കുവാനുള്ള തീരുമാനവും അവർ എടുത്തു. ശേഷം റഷ്യയുടെ സോയൂസിന്റെ സഹായത്തോടെയായിരുന്നു അമേരിക്ക പിന്നെ ISSലേക്ക് ഗവേഷകരെ അയച്ചിരുന്നത്. എന്നാൽ അവർ തമ്മിലുള്ള കരാറുകൾ അനുസരിച്ച് 2025 വരെ മാത്രമേ ഇപ്രകാരം നാസയുടെ ഗവേഷകരെ സോയൂസ് വഴി ISSലേക്ക് അയക്കാൻ അവർക്കാകുകയുള്ളൂ. ഇതിനൊരു ബദൽ മാർഗമായാണ് 2014 നാസ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എന്നൊരു ആശയവുമായി മുന്നോട്ട് വന്നത്. ഇതിലൂടെ മറ്റുള്ള പ്രൈവറ്റ് കമ്പനികളെ ഫണ്ടിങ്ങിലൂടെ സഹായിച്ച് ബഹിരാകാശ പരിവേഷണത്തിന് പുതിയ സ്പേസ് ക്രാഫ്റ്റുകളെ തയ്യാറാക്കി എടുക്കുക എന്നതായിരുന്നു നാസയുടെ പ്രധാന ലക്ഷ്യം. ഇതിലൂടെ സുരക്ഷിതമായ മാർഗത്തിലൂടെ വളരെയധികം ചിലവ് കുറച്ചും ഫ്രീക്വന്റ് ആയിട്ടും ബഹിരാകാശത്തേക്ക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഗവേഷകരെയും മറ്റു അനുബന്ധ സാമഗ്രികളും അയക്കാൻ കഴിയുമെന്നാണ് നാസ കണക്ക് കൂട്ടുന്നത്. ഇതനുസരിച്ചാണ് 2014 തന്നെ നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ പങ്കാളിയായി ബോയിങ്ങിനെയും സ്പേസ് എക്സിനെയും യഥാക്രമം $2.6 ബില്യൺ $4.2 നൽകി ബഹിരാകാശ വാഹന നിർമ്മാണ മേഖലയിലേക്ക് എത്തിച്ചത്. തുടർന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സ്പേസ് എക്സ് തങ്ങളുടെ നിരവധി ബഹിരാകാശ വാഹനങ്ങളും ടെക്നോളജികളും നിർമ്മിക്കുകയും ISSലേക്ക് അൺമാൻഡ് ആയിട്ടുള്ളതും ക്രൂഡ് ആയിട്ടുള്ളതുമായ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾ വിജയകരമായി തന്നെ അയക്കുകയും ചെയ്തിരുന്നു. ഡ്രാഗൺ എന്ന പേരുള്ള സ്പേസ് എക്സിന്റെ നിരവധി ബഹിരാകാശ വാഹനങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. അതേസമയം പ്രശസ്ത വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങും ഇതേ ലക്ഷ്യത്തോടെ തന്നെ സ്റ്റാർലൈനർ എന്ന ബഹിരാകാശ വാഹനത്തെയും നിർമ്മിച്ചിരുന്നു. ഇതിന്റെ ആദ്യ ക്രൂഡ് മിഷനായിരുന്നു 2024 ജൂൺ 5 നടന്നത്. ഇതിലാണ് സുനിത വില്യംസും ബാരി വിൽമോറും ISSലേക്ക് സഞ്ചരിച്ചത്. എന്നാൽ നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പല തവണകളായി ഇതിന്റെ വിക്ഷേപണം മാറ്റിവെക്കുകയായിരുന്നു. 2024 മെയ് 7 ഓക്സിജൻ വാൾവിന്റെ തകരാറും ഹീലിയത്തിന്റെ ചോർച്ചയും കാരണം വിക്ഷേപണത്തിന് 2 മണിക്കൂർ മുമ്പ് മിഷൻ ക്യാൻസൽ ചെയ്യുകയായിരുന്നു. ശേഷം ഇതിന്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ജൂൺ 1 എന്നാൽ അന്നും പവർ സപ്ലൈയുടെ ചില സാങ്കേതിക തകരാറുകൾ മൂലം വിക്ഷേപണത്തിന് 3 മിനിറ്റും 50 സെക്കൻഡ് മുമ്പ് അതും ക്യാൻസൽ ചെയ്തു. തുടർന്ന് മൂന്നാമത്തെ തവണയാണ്, അതായത് ജൂൺ 5 ഇവരുടെ ഈ റോക്കറ്റ് വിജയകരമായി ലോഞ്ച് ചെയ്തത്. എന്നാൽ ലോഞ്ച് ചെയ്തതിനു ശേഷം ആ മോഡ്യൂളിലെ ഹീലിയത്തിന് ചോർച്ചയുണ്ടെന്നും 28 ത്രസ്റ്ററുകളിൽ 5 തകരാറിലായെന്നും കണ്ടെത്തി. ഭാഗ്യവശാൽ 5ൽ 4 ത്രസ്റ്ററുകളെ ഫ്ലൈറ്റിനിടയിൽ വെച്ച് തന്നെ ശരിയാക്കാൻ ബോയിങ് നാസ സംഘത്തിനായി. എന്നിരുന്നാൽ കൂടി ഹീലിയം ചോർച്ചയെ അവർക്ക് പരിഹരിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ISSലെ ഡോക്കിംഗ് സമയത്തും ചില പ്രശ്നങ്ങൾ അവർ നേരിട്ടു. എന്നിരുന്നാൽ കൂടി സ്പേസ് ക്രാഫ്റ്റിൽ ഉണ്ടായിരുന്ന 2 പേരും സുരക്ഷിതമായി തന്നെ ISSൽ എത്തിച്ചേർന്നു. തുടർന്ന് 8 ദിവസങ്ങൾക്ക് ശേഷം തിരികെ ഇതേ സ്പേസ് ക്രാഫ്റ്റിലൂടെ ഭൂമിയിലേക്ക് മടങ്ങുക എന്നതായിരുന്നു ബോയിങ്ങിന്റെ ലക്ഷ്യം. സ്പേസ് ക്രാഫ്റ്റിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാത്തത് കൊണ്ട് തന്നെ ഈ മടക്കയാത്ര പല ഘട്ടങ്ങളായി നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 25 ദിവസങ്ങളായി ഇവർ ISSൽ തന്നെ ചിലവഴിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരങ്ങളിലൊന്നും തന്നെ ഈ യാത്രക്കാരുടെ ജീവന് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. അവരുടെ മടങ്ങി വരവ് എന്തായാലും സ്പേസ് ക്രാഫ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രമേ ആകുകയുള്ളൂ. എന്നിരുന്നാൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ പോലും അവർക്ക് ഭൂമിയിൽ സുരക്ഷിതമായി എത്തിച്ചേരാൻ കഴിയുമെന്നാണ് നാസ അവകാശപ്പെടുന്നത്. ഇനിയൊരു പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഈ സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ച് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മറ്റൊരു സ്പേസ് ക്രാഫ്റ്റ് മുഖേന അവർക്ക് ഭൂമിയിൽ തിരിച്ചെത്താനാകും. എന്നാൽ നിലവിൽ ISSൽ ഡോക്ക് ചെയ്തിരിക്കുന്നത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ എൻഡവറും സോയൂസുമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ അവർക്ക് ഭൂമിയിൽ തിരിച്ചെത്താവുന്നതേ ഉള്ളൂ. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ബോയിങ്ങിന് അത് കനത്ത നാശനഷ്ടം തന്നെ വരുത്തിവെക്കും എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും വാഹനത്തിന്റെ തകരാറുകൾ പരിഹരിക്കാൻ അവർ പ്രധാനമായും ശ്രമിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സുനിത വില്യംസ് ബഹിരാകാശത്ത് അകപ്പെട്ടു എന്ന് പറയുന്നില്ലേ സത്യാവസ്ഥ.